വിപരീതം സ്യാത് ചൈതന്യം. ഹരേ കൃഷ്ണ. ആദ്യം തന്നെ ഇവിടെ എത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ശ്രീകൃഷ്ണ പ്രീത്യർത്ഥം ഇന്ന് നമ്മളൊരു പുതിയ ആത്മീയ യാത്ര ആരംഭിക്കുകയാണ്. എന്താണത്? ഈശോപനിഷത്തിന്റെ പഠനം. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് ഇന്നത്തെ ക്ലാസ് തരാനായിട്ട് നമ്മുടെ സെന്റർ മാനേജർ ഹിസ് ഗ്രേസ് ഗോപാൽ ഗൗരഗുരു പ്രഭുവിനെയാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പ്രഭു പിന്നെ പെട്ടെന്ന് കുറച്ച് ചുമതലകൾ വന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഡിസപ്പോയിൻമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഖേദം ഞാൻ പ്രകടിപ്പിക്കുന്നു. ഓക്കെ, നമുക്കറിയാം വേദങ്ങൾ 4 എണ്ണം ഉണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഓക്കെ, അതിന് വേദങ്ങൾക്ക് 4 ഭാഗങ്ങളുണ്ട്. ഓരോ വേദത്തിന് 4 ഭാഗങ്ങളുണ്ട്. അതിന്റെ പേരാണ് സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. സംഹിത എന്ന് വെച്ച് കഴിഞ്ഞാല് വേദമന്ത്രങ്ങളാണ്, അതിന്റെ സമാഹാരമാണ് സംഹിത. ബ്രാഹ്മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഹിതാ മന്ത്രങ്ങള് എങ്ങനെ പൂജാവിധികൾക്കായിട്ട്, യജ്ഞങ്ങൾക്കായിട്ട്, ഹോമങ്ങൾക്കായിട്ട് പ്രായോഗികമായി ഉപയോഗിക്കുന്ന വിധം വിവരിക്കുന്നതാണ് ബ്രാഹ്മണം എന്ന് പറയുന്നത്. ആരണ്യകം എന്ന് പറയുന്നത് ഏറെക്കുറെ വാനപ്രസ്ഥികളുടെ, അതായത് വാനപ്രസ്ഥം സ്വീകരിച്ച ആൾക്കാരുടെ ആത്മീയ കാര്യങ്ങളിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 4-മത്തെ ഉപനിഷത്തുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ആത്മീയ ജ്ഞാനം ഗുരുശിഷ്യ സംവാദത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, അതുകൊണ്ട് ഉപനിഷത്തുകളെ വേദങ്ങളുടെ ജ്ഞാനകാണ്ഡത്തിൽ പെടുത്തിയിരിക്കുന്നു. നമുക്ക് ധാരാളം ഉപനിഷത്തുകൾ ഉണ്ടെങ്കിലും 108 ഉപനിഷത്തുകൾ വളരെ പ്രധാനമാണെന്ന് പറയുന്നു. അതിലും 10 എണ്ണം വളരെ മുഖ്യമെന്ന് പറയപ്പെടുന്നു. ഈശകേന കഠപ്രശ്ന മുണ്ടമാണ്ഡൂക്യ തൈത്തിരി ഐതരേയം ഛാന്തോഗ്യം ബൃഹദാരണ്യകം തഥാ. ഇതിൽ ആദ്യത്തെ പേരാണ് ഈശോപനിഷത്തിന്റെ. ഈശോപനിഷത്ത് യജുർവേദത്തിന്റെ ഭാഗമാണ്. അതില് 18 ശ്ലോകങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വരുന്ന ഈ ക്ലാസിന്റെ പരമ്പര എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശ്രീല പ്രഭുപാദര് ഈശോപനിഷത്തിന് എഴുതിയ വ്യാഖ്യാനം എന്താണെന്ന് അതിലൂടെ ഈശോപനിഷത്തിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബുക്ക് പഠിക്കാനായിട്ട് ഞാൻ തുടങ്ങുമ്പോൾ എൻ്റെ ശിക്ഷാഗുരുവായിട്ടുള്ള ഹിസ് ഗ്രേസ് ഹലധര പ്രിയ പ്രഭു, അദ്ദേഹം, ഞാൻ 1-മത്തെ ശ്ലോകത്തിൽ എടുത്തു വെച്ചിട്ട് പേപ്പർ തുറന്നു വെച്ചിട്ട് വായിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, അല്ല, അവിടെ നിന്നല്ല, അതിനു മുമ്പ് അവതാരികയുണ്ട്, അവിടെ നിന്ന് വായിക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. ഞാൻ ജീവിതത്തിൽ ഒരു ബുക്കിന്റെ അവതാരിക വായിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ അവതാരിക മുതൽ വായിക്കാനാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. നമ്മൾ ഈ കോഴ്സിലും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈശോപനിഷത്തിന്റെ ആദ്യ മന്ത്രത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് ശ്രീല പ്രഭുപാദര് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ, അതായത് മനുഷ്യര്, എന്തുകൊണ്ടാണ് വേദങ്ങളെ സ്വീകരിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമായി മനസ്സിലാക്കാതെ ഈശോപനിഷത്ത് പഠിച്ചാൽ നമുക്ക് ശ്ലോകങ്ങളെല്ലാം തന്നെ മനഃപാഠമാക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അവയുടെ മഹത്വം എന്താണെന്ന് നമ്മുടെ ഹൃദയത്തിൽ പതിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആദ്യത്തെ മന്ത്രത്തെക്കുറിച്ചല്ല, പകരം ഇന്ന് ഈശോപനിഷത്തിന്റെ ഒരു ജസ്റ്റ് നമ്മൾ അതിലേക്കുള്ള ഒരു എത്തിനോട്ടം, അതിന്റെ ആ ഡോർ സ്റ്റെപ്പ് വരെ നമ്മൾ എത്തുന്നു. അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്, അതിന്റെ മഹിമ, അത് പഠിക്കുന്നതിന്റെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മള് ഒരു പുതിയ സിറ്റിയിലേക്ക് പോവുകയാണെന്ന് കരുതുക. നമ്മൾ ചാടിക്കയറി അങ്ങ് യാത്ര സ്റ്റാർട്ട് ചെയ്യുമോ?
ഇല്ല. ആദ്യം എന്ത് ചെയ്യും? ആ സ്ഥലത്തിന്റെ ഒരു മാപ്പ് സംഘടിപ്പിക്കും. ആ സിറ്റി എവിടെയാണ്, അവിടുത്തെ പ്രധാന വഴികൾ എന്തൊക്കെയാണ്, നമുക്ക് പോകേണ്ട സ്ഥലം എവിടെയാണ്. ഓക്കെ, അപ്പൊ ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര എന്നത് വളരെ എളുപ്പമാകും. അതേപോലെയാണ് ഈശോപനിഷത്തിന്റെ ഈ 18 മന്ത്രങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ശ്രീല പ്രഭുപാദന് നമുക്കൊരു സ്പിരിച്വൽ മാപ്പ്, ആത്മീയ മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഒന്നാമത്തേത്, പരിപൂർണമായ ജ്ഞാനം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? അറിയാൻ താല്പര്യമുണ്ടോ? പരിപൂർണമായ ജ്ഞാനം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത്? അത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം ആണ് പ്രഭുപാദര് ലണ്ടനിൽ നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം, വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രഭാഷണമാണ് ദ ടീച്ചിങ്സ് ഓഫ് ദ വേദാസ്. ഓക്കെ, അതാണ് ഈ ബുക്കിന്റെ അവതാരിക. സാധാരണ അവതാരിക എന്ന് പറയുന്നത് ആരെങ്കിലും എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. പക്ഷെ ഇതല്ല, അവര് ആ പ്രഭുപാദരുടെ ലണ്ടനിലുള്ള ലെക്ചർ തന്നെയാണ് എടുത്തിട്ട് അതേപോലെയാണ് അവതാരികയായിട്ട് ചേർത്തിരിക്കുന്നത്. പ്രഭുപാദരുടെ ലെക്ചറാണത്. അതിനുശേഷം അപ്പൊ ആദ്യത്തെ ചോദ്യം, പരിപൂർണമായ ജ്ഞാനം നമുക്ക് എവിടെ നിന്ന് കിട്ടും? രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ആ പരിപൂർണ ജ്ഞാനത്തിന്റെ ഉറവിടം അഥവാ സോഴ്സ് ആരാണ്, അല്ലെങ്കിൽ എന്താണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈശോപനിഷത്തിന്റെ ശാന്തി മന്ത്രം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസിന്റെ അവസാനം നമുക്ക് 2 കാര്യങ്ങൾ വ്യക്തമായിരിക്കണം. എന്താണ്? പരിപൂർണ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു, ആ ജ്ഞാനത്തിന്റെ ഉറവിടം ആരാണ്? ഈ 2 ചോദ്യങ്ങൾ ശരിയായിട്ട് ഇതിന്റെ ഉത്തരങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ ഈശോപനിഷത്തിലെ ബാക്കി എല്ലാ മന്ത്രങ്ങളും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. അതിനു മുമ്പായിട്ട്, വേദം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് വേദങ്ങള്, ഉപനിഷത്തുകള്, ഭഗവത്ഗീത, ഭാഗവതം, വൈദിക ഗ്രന്ഥങ്ങള്, വേദിക് സ്ക്രിപ്റ്റേഴ്സ്, ഇങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. വേദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അറിവ്. വെരി ഗുഡ്. ഓക്കെ, അപ്പം ശ്രീ പ്രഭുപാദർ പറയുന്നു, വേദ മീൻസ് നോളജ്. വേദം എന്നാൽ ജ്ഞാനം. ശ്രദ്ധിക്കണം, പ്രഭുപാദ് പറയുന്നില്ല വേദം എന്ന് വെച്ചാൽ ഒരു മതഗ്രന്ഥമാണ്, ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഒരു ഗ്രന്ഥമാണ്, അങ്ങനെയല്ല പറയുന്നത്. വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് അഥവാ ജ്ഞാനം. അതായത് യഥാർത്ഥ ജ്ഞാനം എവിടെയുണ്ടോ അത് വേദത്തിന്റെ പരിധിയിലാണ്. വേദം എന്നത് ഒരു സമൂഹത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ഒരു കാലഘട്ടത്തിന്റെയോ സ്വത്തല്ല. അത് ഭഗവാൻ മനുഷ്യരാശിക്ക് നൽകിയ ആദി ജ്ഞാനമാണ്. ഒരു ചോദ്യം ഇവിടെ ചോദിക്കട്ടെ, നമുക്ക് കിട്ടുന്ന എല്ലാ അറിവും ഒരേ നിലവാരത്തിൽ, ഒരേ തലത്തിലുള്ളതാണോ? അറിവ് പല വിധത്തിൽ നമുക്ക് കിട്ടാറുണ്ട്, പല ലെവലിൽ നമുക്ക് കിട്ടാറുണ്ട്. അതെല്ലാം തന്നെ ഒരേ ലെവലിലാണോ? ഉദാഹരണത്തിന്, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി മാത്സ് പഠിക്കുന്നുണ്ട്, ഒരു ഡോക്ടർ മെഡിസിൻ പഠിക്കുന്നുണ്ട്, ഒരു എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്, BA, MA, MBA, MCOM, MPhil, PhD, ഇതെല്ലാം തന്നെ നമുക്ക് പുതിയ പുതിയ അറിവ് നൽകുന്നതാണ്. പക്ഷേ ഇവയൊന്നും തന്നെ ഒരു ബേസിക് ക്വസ്റ്റിന് ഉത്തരം നൽകുന്നില്ല. എന്താണ് ആ ചോദ്യം? ഞാൻ ആരാണ്? എന്തിനാണ് ഞാൻ ജനിച്ചത്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? ഭഗവാൻ ആരാണ്? ഭഗവാനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾക്ക് ഈ ലോകത്തുള്ള ഒരു സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റിയും നമ്മളെ പഠിപ്പിക്കുന്നില്ല, നമുക്ക് അറിവ് തരുന്നില്ല. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന അല്ല, ഇന്നിപ്പോ അജിഷേടം വിളിച്ചാ? ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആ
അറിവ് തരുന്ന വേദങ്ങളാണ്. അതുകൊണ്ട് വേദങ്ങളെ ആത്മീയ ജ്ഞാനത്തിന്റെ ഉറവിടം എന്ന് പറയുന്നു. ആത്മീയ ജ്ഞാനത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവത്ഗീത നിങ്ങൾ പഠിച്ചതാണ്. അറിവുകൾ വെച്ചിട്ട് ഏറ്റവും ഉയർന്ന അറിവ് എന്താണ്? ആത്മജ്ഞാനമാണ്, ഇല്ലേ? ഭഗവത്ഗീതയിൽ 10ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഞാൻ വേദങ്ങളെ വിശ്വസിക്കണം? അഥവാ മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, എനിക്ക് ബുദ്ധിയുണ്ടല്ലോ, ഞാൻ ബുദ്ധിമാനല്ലേ, ഇതൊക്കെ മനസ്സിലാക്കാൻ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എൻ്റെ സ്വന്തം ബുദ്ധി പോരെ? അത് മതിയാവില്ലേ? അപ്പോ ശ്രീല പ്രഭുപാദര് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. പ്രഭുപാദ് പറയുന്നു, വളരെ അത്ഭുതകരമായ ഒരു നിരീക്ഷണത്തിലൂടെയാണ് പ്രഭുപാദ് അതിന് ഉത്തരം നൽകുന്നത്. പ്രഭുപാദ് പറയുന്നു, എന്തുകൊണ്ട് എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് സത്യം കണ്ടെത്താൻ കഴിയുന്നില്ല? ഓക്കെ, ഇന്നത്തെ ലോകം നമ്മോട് പറയുന്നത് എന്താണ്? തിങ്ക് ഫോർ യുവർ സെൽഫ്. സ്വയം ചിന്തിക്ക്. ബിലീവ് ഓൺലി വാട്ട് യു ക്യാൻ പ്രൂവ്. നിങ്ങൾക്ക് തെളിയാൻ കഴിയുന്നത് മാത്രം വിശ്വസിക്കുക. സയൻസ് വിൽ ഈവൻച്വലി ആൻസർ എവറിഥിങ്. ശാസ്ത്രം ഒടുവിൽ എല്ലാത്തിനും ഉത്തരം നൽകും. ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് നമ്മൾ കേട്ടിട്ടില്ലേ? നമുക്ക് പരിചയമില്ലേ? പക്ഷേ ശ്രീല പ്രഭുപാദര് വളരെ ശാന്തമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. ഈ ചിന്തിക്കുന്ന മനസ്സ് അഥവാ ബുദ്ധി, അത് പരിപൂർണമാണോ? പെർഫെക്റ്റ് ആണോ? നമ്മുടെ ബുദ്ധി തന്നെ അപൂർണമാണെങ്കിൽ ആ ബുദ്ധി കൊണ്ട് നാം കണ്ടെത്തുന്ന നിഗമനങ്ങൾ അഥവാ കൺക്ലൂഷൻസ് എല്ലാം തന്നെ അപൂർണമായിരിക്കില്ലേ? ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ അറിവ് അപൂർണമായത്? ഇത് പ്രഭുപാദര് വിശകലനം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അതിന് കാരണം നമ്മുടെ അറിവിന് 4 അടിസ്ഥാന വൈകല്യങ്ങളുണ്ട്, ന്യൂനതകളുണ്ട്, 4 ഡിഫക്ട്സ്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ 4 വൈകല്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് നമുക്ക് വേദങ്ങളുടെ സഹായം ആവശ്യം വേണ്ടി വരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതിൽ ഒന്നാമത്തെ വൈകല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നു. നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നു. ആരെങ്കിലും ഇതിന് അല്ലാന്ന് പറയുമോ? ആർക്കെങ്കിലും എനിക്ക് തെറ്റ് പറ്റാറിയില്ല എന്ന് ആരെങ്കിലും പറയുമോ? എല്ലാവർക്കും പറ്റും. കുട്ടിക്ക് പറ്റും, അധ്യാപകന് പറ്റും, ശാസ്ത്രജ്ഞന് തെറ്റുപറ്റും, രാഷ്ട്രീയ നേതാവിന് തെറ്റുപറ്റും. ഓക്കെ, ശ്രീല പ്രഭുപാദര് മഹാത്മാഗാന്ധിയുടെ ഉദാഹരണം പറയുന്നു. നമുക്കറിയാം, രാജ്യം മഹാത്മാഗാന്ധിയെ മഹാത്മാവായിട്ട് ആദരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. പക്ഷേ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും മഹാത്മാഗാന്ധിക്ക് ഒരു തെറ്റായ തീരുമാനം സംഭവിച്ചു. ഒരു മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചു, ജീവൻ നഷ്ടപ്പെട്ടു. ഓക്കെ, ഇത് മഹാത്മാഗാന്ധിയുടെ മഹത്വം കുറയ്ക്കാനല്ല ശ്രീല പ്രഭുപാദര് പറയുന്നത്, നമ്മെ ഒരു സത്യം കാണിച്ചു തരാനായിട്ടാണ്. അതായത് എത്ര വലിയ വ്യക്തിയാണെങ്കിലും അത് മനുഷ്യനാണ്, അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കും. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? ടു എർ ഈസ് ഹ്യൂമൻ. അതായത് തെറ്റ് ചെയ്യുക മനുഷ്യന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഏത് എത്ര വലിയ മനുഷ്യനാണെന്നുണ്ടെങ്കിലും തെറ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തെറ്റായ തീരുമാനം എടുത്തിട്ടില്ലേ? എല്ലാവർക്കും ആ അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ കൺക്ലൂഷൻ ഇത്തവണ, തെറ്റുകൾ ചെയ്യുന്ന ഒരാൾക്ക് പരിപൂർണ ജ്ഞാനം സൃഷ്ടിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പരിപൂർണമായ ജ്ഞാനം ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. ഇപ്പൊ ഈ ഒരു വൈകല്യം മാത്രമല്ല, ബാക്കിയുള്ള വൈകല്യങ്ങളും ഇതിന് കാരണമാവുന്നുണ്ട്. രണ്ടാമത്തെ വൈകല്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് മായയ്ക്ക് അഥവാ ഇലൂഷന് അധീനരാണ്. ഓക്കെ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്താണ് മായ? ഓക്കെ, ശ്രീല പ്രഭുപാദര് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. വാട്ട് ഈസ് നോട്ട് വി അക്സെപ്റ്റ് ആസ് റിയൽ. അതായത് ഇല്ലാത്തതിനെ
ഉള്ളതായിട്ട് കരുതുക. അതില്ല, പക്ഷെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതാണ് മായ. ഓക്കെ. അപ്പം ഒരു ചോദ്യം, ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ആരാണ്? ഒരാൾ പറയും ഞാൻ കുമാരനാണ്, ഞാൻ വിഷ്ണുവാണ്, അല്ലെങ്കിൽ ഞാൻ രാജേഷാണ്. മറ്റേ പറയും ഞാൻ ഡോക്ടറാണ്, ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു വ്യാപാരിയാണ്. മലയാളി, ബംഗാളി, നോർത്ത് ഇന്ത്യൻ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സ്ത്രീ, പുരുഷൻ, വെളുത്തിട്ട്, കറുത്തിട്ട്, തടിച്ചിട്ട്, ഓക്കെ, ഇങ്ങനെ ഓരോ രീതിയിൽ നാം നമ്മെ തന്നെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം ശരിക്കും നമ്മളാണോ, നിങ്ങളാണോ? ഇതെല്ലാം തന്നെ, ഈ പറഞ്ഞതെല്ലാം തന്നെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട തിരിച്ചറിവുകളാണ്. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നു, ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ. 2-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം. ശരീരം മാറുന്നു. കുട്ടിയിൽ നിന്ന് യുവാവായി, യുവാവിൽ നിന്ന് മധ്യവസ്ഥനായി, പിന്നെ വൃദ്ധനായി. അപ്പൊ ശരീരം മാറുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ള ആ ശരീരത്തെ ശരീരമായിട്ട് മനസ്സിലാക്കുന്ന ഞാൻ, ഓക്കെ, അഥവാ എൻ്റെ ഈ ശരീരത്തെ ശരീരം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഞാൻ മാറുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. എന്നാൽ ഈ ലോകം മുഴുവനും എന്താണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ? ഞാൻ ഈ ശരീരമാണ്. ശ്രീല പ്രഭുപാദർ പറയുന്നു, ഇതാണ് ഏറ്റവും വലിയ മായ. ഓക്കെ, നമ്മള് അല്ലാത്ത ഒന്നിനെ, നമ്മൾ ശരീരമല്ല എന്നാലും നമ്മൾ ഈ ശരീരമാണെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ശരീരം ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആണ്. നമ്മൾ ശരീരത്തെ പരിപാലിക്കണം, അത് ആവശ്യമാണ്. പക്ഷേ ശരീരത്തെ തന്നെ ഞാൻ എന്ന് കരുതുമ്പോഴാണ് പ്രശ്നം ഉദിക്കുന്നത്. അവിടെ നിന്നാണ് ഭയം, അവിടെ നിന്നാണ് മത്സരം, അവിടെ നിന്നാണ് അസൂയ, ദുഃഖം. കാരണം നമ്മുടെ തിരിച്ചറിയൽ അഥവാ ഐഡന്റിറ്റി തെറ്റിപ്പോയിരിക്കുന്നു. നമ്മൾ ആരാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം തന്നെ പ്രശ്നം. അപ്പോ നമ്മുടെ ഇവിടുത്തെ 2-ാമത്തെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ സ്വരൂപം പോലും അറിയാത്ത ഒരാൾക്ക്, ഞാൻ ആരാണെന്ന് അറിയാത്ത ഒരാൾക്ക് പരിപൂർണമായിട്ടുള്ള സത്യം സ്വന്തം ശ്രമം കൊണ്ട് കണ്ടെത്താൻ സാധിക്കില്ല. ഇതാണ് 2-ാമത്തെ കൺക്ലൂഷൻ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ 2 വൈകല്യങ്ങൾ കണ്ടു, 2 ഡിഫക്റ്റ്. എന്താണ്? 4 ഉണ്ട്, അതിൽ 2 അത് ഒന്ന്, നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നു, പിന്നെ നമ്മൾ മായയിൽ അകപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് പരിപൂർണ സത്യം സ്വന്തം കഴിവുകൊണ്ട് നേടാനായിട്ട് സാധിക്കില്ല. ഇനി 2 വൈകല്യങ്ങളെ കൂടി നമുക്ക് നോക്കാനുണ്ട്. 3-ാമത്തെ വൈകല്യം എന്ന് പറയുന്നത് വഞ്ചനാ പ്രവണത അഥവാ ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ ആരെയും വഞ്ചിക്കുന്നല്ലോ, ഞാൻ ആരെയും പറ്റിക്കുന്നല്ലോ. പക്ഷേ പ്രഭുപാദർ ഇവിടെ പറയുന്നത് വേറെ ഒന്നാണ്. പ്രഭുപാദർ പറയുന്നു, ഒരു മനുഷ്യനെ എന്തെങ്കിലും അറിയില്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എനിക്കറിയില്ല എന്ന് പറയാറുണ്ടോ? നമ്മൾ പറയാറുണ്ടോ? സാധാരണ കഴിയാറില്ല, പറയാറുമില്ല. അതിന് പകരം നമ്മൾ എന്താ പറയുക? എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ കരുതുന്നത്, എനിക്ക് തോന്നുന്നത്, ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുക, ഇല്ലേ? നമ്മുടെ അഭിപ്രായം പറയാണ്. അത് തെറ്റില്ല, സാധാരണ ഇതിലെ വിഷയങ്ങൾ അത് തെറ്റില്ല. പക്ഷേ നമ്മുടെ അഭിപ്രായത്തെ പരിപൂർണ സത്യം പോലെ അവതരിപ്പിക്കുമ്പോഴാണ് പ്രശ്നം. ഉദാഹരണം, ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം സ്വന്തം രീതിയിൽ ചെയ്യുന്നു. എനിക്ക് ഞാൻ ആരാണെന്ന് വ്യക്തമല്ല, എന്നാലും പരമസത്യമായ ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ ഉപദേശത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്കൊരു മടിയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ പേരിന് വേണ്ടി, എൻ്റെ പ്രശസ്തിക്ക് വേണ്ടി. ഇത് വഞ്ചനയല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഓക്കെ. അപ്പം ശ്രീല പ്രഭുപാദർ വളരെ ശക്തമായിട്ട് പറയുകയാണ്, സ്വന്തം സ്ഥാനം പോലും പൂർണ്ണമായി അറിയാത്ത ഒരാൾക്ക് ലോകത്തിന്റെ അന്തിമ സത്യം വിശദീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അയാള് ശ്രമിക്കുന്നുണ്ട്. അപ്പം അതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് നമുക്ക് ചുറ്റും എത്രയോ അഭിപ്രായങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ തത്വചിന്തയുണ്ട്, ഓരോ ജീവിത ദർശനമുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്, ഇവയിൽ ഏതാണ് പരിപൂർണ സത്യം? നമുക്ക് അഭിപ്രായങ്ങൾ ഒരുപാടുണ്ടാകാം, പക്ഷെ സത്യം അഥവാ പരമസത്യം ഒന്നേ ഉള്ളൂ.
അതുകൊണ്ടാണ് വേദങ്ങൾ ഒരിക്കലും അഭിപ്രായം നൽകുന്നില്ല, പകരം അത് സത്യം വെളിപ്പെടുത്തുന്നു. ഓക്കെ, ഉദാഹരണം ഭാഗവതം നേരിട്ട് വ്യക്തമായിട്ട് പറയുന്നു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, കൃഷ്ണൻ സ്വയം ഭഗവാനാകുന്നു. ഓക്കെ, അപ്പം നമ്മളും വേദവും തമ്മിലുള്ള വ്യത്യാസം ഇതാവുന്നു. ഇനി നാലാമത്തെ വൈകല്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ അപൂർണങ്ങളാണ്. ഇതാണ് ഒരുപക്ഷെ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന വൈകല്യം. ശ്രീല പ്രഭുപാദർ വളരെ ഈസി ആയിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ളൊരു ഉദാഹരണം പറയുന്നു. ഒരാള് പ്രഭുപാദർ എടുത്ത് ചോദിക്കുന്നു, എനിക്ക് ദൈവത്തെ കാണിച്ചു തരാമോ? ഇതെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ആധ്യാത്മിക ഗുരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തെ കാണിച്ചു തരാമോ? പ്രഭുപാദര് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് ദൈവത്തെ കാണാനുള്ള കണ്ണുണ്ടോ? ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം. ഇപ്പം രാത്രിയാണ്, ഈ മുറിയിലെ ലൈറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ലൈറ്റ് എല്ലാം തന്നെ ഇപ്പൊ അണഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടുള്ള ഇരുട്ടായാൽ എൻ്റെ സ്വന്തം കൈ പോലും എനിക്ക് കാണാൻ പറ്റുമോ ഇരുട്ടത്ത്? ഇല്ല. അപ്പോ ഈ കണ്ണുകളെ കുറിച്ച് എൻ്റെ അഭിമാനം എന്താണ്? ഈ കണ്ണുകൾക്ക് അതിൻ്റെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെളിച്ചം വേണം. വെളിച്ചമുണ്ടെങ്കിലോ എന്നാലും ഒരു പരിധിവരെ കാണാൻ സാധിക്കും. ഈ ഭിത്തിക്കപ്പുറം എനിക്ക് കാണാൻ കഴിയുമോ? ഇല്ല. വളരെ ചെറിയ വസ്തുക്കൾ കാണാൻ എനിക്ക് മൈക്രോസ്കോപ്പ് വേണം. വളരെ ദൂരെയുള്ള വസ്തുക്കൾ കാണാൻ ടെലിസ്കോപ്പ് വേണം. ചില സൗണ്ട് കേൾക്കാനേ പറ്റില്ല. ഭൂകമ്പം പോലെയുള്ള അതിന്റെ സൗണ്ട് നായകൾക്ക് കേൾക്കാൻ, മനുഷ്യർക്ക് കേൾക്കാൻ പറ്റില്ല. ചില ഗന്ധങ്ങൾ അറിയാൻ പറ്റില്ല. അപ്പോ ഇന്ദ്രിയങ്ങൾ തന്നെ പരിമിതമാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഇവിടെ ശ്രീല പ്രഭുപാദന്റെ ലോജിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. പരിമിതമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് അപരിമിതനായിട്ടുള്ള ഭഗവാനെ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഭഗവാനെ എങ്ങനെ അറിയാൻ സാധിക്കും? പൂർണ്ണ ജ്ഞാനത്തെ എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് ആ അറിവ് നമുക്കായിട്ട് ഭഗവാൻ തന്നെ സ്വയം വെളിപ്പെടുത്തേണ്ടത്. അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തിയതാണ് വേദം. അപ്പോ ഈ 4 വൈകല്യങ്ങളുടെ ഒന്ന് ജസ്റ്റ് ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് 4 വൈകല്യങ്ങള്: മനുഷ്യർ തെറ്റ് ചെയ്യുന്നു, മനുഷ്യര് മായയിലകപ്പെടുന്നു, മനുഷ്യരെ അറിയാത്തതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നു, അഥവാ ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, വഞ്ചിക്കാനുള്ള പ്രവണത. 4മത്തേത് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. അപ്പൊ ഈ 4 വൈകല്യങ്ങളുള്ള ഒരാള് പറയുന്ന ജ്ഞാനത്തിന് ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ശ്രീല പ്രഭുപാദർ പറയുന്നു, പരിപൂർണ ജ്ഞാനം മനുഷ്യനിൽ നിന്ന് വരാൻ കഴിയില്ല, അത് സാധ്യമേ അല്ല തന്നെ. അപ്പോ ഒരു വലിയ ചോദ്യം അഥവാ വലിയ ആശങ്ക ഉണ്ടാവുന്നുണ്ട്. എന്താണ്? അങ്ങനെയാണെങ്കിൽ, നമുക്ക് കഴിവില്ല എങ്കിൽ നമുക്ക് പരിപൂർണ ജ്ഞാനം നേടാൻ കഴിയുമോ? ഇല്ലേ? നമുക്ക് നേരിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും വിധത്തിൽ അത് കിട്ടുമോ? അറിയാൻ താല്പര്യമില്ലേ? അപ്പോ ശ്രീല പ്രഭുപാദരുടെ മറുപടി എന്ന് പറയുന്നത് വളരെ പ്രത്യാശ നൽകുന്നതാണ്. പ്രഭുപാദ് പറയുന്നു, കഴിയും, പക്ഷേ ഒരു കണ്ടീഷനോടുകൂടി. എന്താണ് കണ്ടീഷൻ? നമ്മൾ അത് ശരിയായിട്ടുള്ള ഉറവിടത്തിൽ നിന്ന് സ്വീകരിക്കണം. പ്രഭുപാദര് ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു നല്ലൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം: നമ്മുടെ അച്ഛൻ ആരാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അഥവാ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആരെങ്കിലും ലബോറട്ടറിയിൽ പോയിട്ട് എക്സ്പെരിമെന്റ് നടത്തിയോ? എന്തെങ്കിലും ഗവേഷണ പ്രബന്ധം എഴുതിയോ? DNA ടെസ്റ്റ് ചെയ്തോ? പിന്നെ എങ്ങനെ അറിഞ്ഞു? ഇതൊന്നും ആരും ചെയ്യാറില്ല. പക്ഷെ എങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞു തന്നു. അമ്മ പറഞ്ഞു, ഇതാണ് അച്ഛൻ, മോനെ ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു. അത്ര തന്നെ, നമ്മളത് സ്വീകരിച്ചു. അപ്പോ ശ്രീല പ്രഭുപാദര് പറയുന്ന കാര്യം വളരെ ഡീപ്പായിട്ടുള്ളതാണ്. ജീവിതത്തിലെ ചില സത്യങ്ങള് പരീക്ഷണം നടത്തിയല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. അവ
ജസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്, സ്വീകരിക്കുകയാണ്. എവിടുന്ന്? അതിന്റെ ഹയർ അതോറിറ്റീസ്, റൈറ്റ് അതോറിറ്റീസ് നിന്ന് നമ്മളത് സ്വീകരിക്കുകയാണ്. ഇതാണ് വേദങ്ങളുടെ രീതി. ഭൗതിക ശാസ്ത്രം പരീക്ഷണങ്ങളിലൂടെ പല കാര്യങ്ങളും കണ്ടെത്തും, അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആത്മാവിനെ ലബോറട്ടറിയിൽ കണ്ടെത്താനാകുമോ? ഭഗവാനെ മൈക്രോസ്കോപ്പിൽ കൂടി കാണാൻ പറ്റുമോ? ആത്മീയ ലോകം അഥവാ വൈകുണ്ഠം നമുക്ക് ദൂരദർശിനിയുടെ കാണാൻ സാധിക്കുമോ? കഴിയില്ല. കാരണം ഇവയെല്ലാം തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിധിക്ക് അപ്പുറത്തുള്ള വിഷയങ്ങളാണ്. അത് നമുക്ക് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ ഉപകരണങ്ങളിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല തന്നെ. ശ്രീല പ്രഭാതിൽ പറയുന്നു, ഇവിടെയാണ് ശ്രുതിയുടെ അഥവാ വേദങ്ങളുടെ മഹത്വം. വേദങ്ങൾക്ക് മറ്റൊരു പേരുണ്ട്, അതാണ് ശ്രുതി. ശ്രുതി എന്ന് വെച്ച് കഴിഞ്ഞാല് കേട്ട് സ്വീകരിക്കുന്ന ജ്ഞാനം. ശ്രദ്ധിക്കണം, കേട്ട് സ്വീകരിക്കുന്ന ജ്ഞാനം എന്ന് പറയുമ്പോഴത്തേക്കും അത് അന്ധവിശ്വാസമല്ല, ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയല്ല. ഇത് ശരിയായ അധികാരത്തിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കലാണ്. അക്സെപ്റ്റിംഗ് ദ നോളജ് ഫ്രം ദ റൈറ്റ് അതോറിറ്റി. ഓക്കെ, അപ്പൊ ഈ അറിവ് നേടാനായിട്ട് നമുക്ക് ഈ അറിവില്ല, ഏത് അറിവ് നേടാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഹണ പഥം അഥവാ അസെൻഡിങ് മെത്തേഡ്, താഴ്ന്നു മുകളിലേക്ക്. ഓക്കെ, അതായത് ഞാൻ അന്വേഷിക്കും, ഞാൻ പരീക്ഷിക്കും, എന്നിട്ട് ഞാൻ നിഗമനത്തിലെത്തും. ഓക്കെ, ഇത് മനുഷ്യന്റെ ശ്രമമാണ്. പക്ഷേ ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മൾ നേരത്തെ കണ്ടു, ഇന്ദ്രിയങ്ങള് അപൂർണങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ നിഗമനവും അപൂർണമായിരിക്കും. ഇത് ആദ്യത്തേത്, ആരോഹണ പഥം. രണ്ടാമത്തേത് അവരോഹണ പഥം അഥവാ ഡിസെൻഡിങ് മെത്തേഡ്, മുകളിൽ നിന്ന് താഴേക്ക് നോളജ് വരുന്നു. അതായത് പരിപൂർണനായ ഭഗവാൻ എല്ലാ ജ്ഞാനവും വേദങ്ങളിലൂടെ നൽകി, അത് ഒരു വിശ്വസ്തരായ ഒരു ഗുരു പരമ്പരയിലൂടെ അത് നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാൻ ആദ്യം നൽകിയിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് വേദങ്ങളുടെ മാർഗം, വേദം പഠിക്കാനുള്ള മാർഗം. ഈ മാർഗം സ്വീകരിച്ചാൽ നമുക്ക് അനാവശ്യമായിട്ട് വർഷങ്ങളോളം ഊഹാപോഹത്തിന്റെ സമയം കളയേണ്ടി വരില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാനസിക ഊഹാപോഹങ്ങൾ നടത്തി തന്നെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ചെലവാക്കേണ്ടി വരും. അഥവാ അങ്ങനെ ചെയ്താൽ പോലും ഒരു അന്തിമ നിഗമനത്തിൽ അതൊന്നും ശരിയായിട്ടുള്ള നിഗമനത്തിൽ എത്തണമെന്ന് ഇല്ല തന്നെ. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, മാത്സ് പഠിക്കുന്നു. ഓക്കെ, അയാള് എല്ലാ ഫോർമുലകളും വീണ്ടും കണ്ടുപിടിക്കുകയാണോ? സർക്കിളിന്റെ ഏരിയക്കുള്ളത്, സ്ഫിയറിന്റെ വോളിയത്തിനുള്ളത്, അല്ലെ റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി, ഇതിനൊക്കെ അയാൾ സ്വയം വീണ്ടും കണ്ടുപിടിക്കുകയാണോ? അല്ല. ടീച്ചർ പഠിപ്പിക്കുന്നു, അത് അയാൾ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. അമ്മ ചൂണ്ടിക്കാണിച്ച ആളെ നമ്മൾ അച്ഛനായി അംഗീകരിച്ചത് പോലെ, സ്വീകരിച്ചതുപോലെ വേദമാകുന്ന മാതാവിൽ നിന്നും എല്ലാ ജീവജാലങ്ങളുടെയും പിതാവായ ഭഗവാനെ നാം മനസ്സിലാക്കുന്നു, നാം സ്വീകരിക്കുന്നു. അതേപോലെ ഒരു ഗുരുനാഥനിൽ നിന്നും ഗണിതത്തിന്റെ തത്വങ്ങൾ കേട്ട് സ്വീകരിക്കുന്നത് പോലെ ഗുരു, ശാസ്ത്രം, സാധുവിൽ നിന്ന് ആത്മീയ തത്വങ്ങൾ മനസ്സിലാക്കി അനുസരിക്കുന്നു. അതോടെ നമ്മുടെ ആത്മീയ ജീവിതവും എളുപ്പത്തിൽ പുരോഗമിക്കുന്നു. ഇപ്പൊ ഒരു ചോദ്യം, പരിപൂർണമായ ഉറവിടത്തിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കേണ്ടത് ശരി, പക്ഷേ ആ പരിപൂർണമായ ഉറവിടം ആരാണ്, അല്ലെങ്കിൽ എന്താണ്? ഉത്തരം എല്ലാവർക്കും അറിയായില്ലേ? ഇല്ലേ? ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഉത്തരം? കൃഷ്ണൻ. കാരണം ഭഗവത്ഗീതയില് 15ാം അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവചാഹം. എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടത് ഞാൻ തന്നെയാണ്. വേദം എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനം. അപ്പൊ എന്ത് ജ്ഞാനമാണെന്നുണ്ടെങ്കിലും, എന്താണ് അറിവെന്നുണ്ടെങ്കിലും, അറിവിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പോ അത് വളരെ മനോഹരമായിട്ടുള്ള പ്രഖ്യാപനമാണ്
കൃഷ്ണൻ ഭഗവത്ഗീതയിൽ നടത്തിയത്. വേദങ്ങൾ പലതുണ്ട്, ഉപനിഷത്തുകൾ പലതുണ്ട്, പുരാണങ്ങൾ പലതുണ്ട്. പക്ഷേ അവയുടെ ലക്ഷ്യം എല്ലാം തന്നെ ഒന്ന് മാത്രമാണ്. എന്താണത്? കൃഷ്ണനെ അറിയണം, കൃഷ്ണനെ അറിയുക എന്നുള്ളത്. ശ്രീ പ്രഭാതർ പറയുന്നു, വേദവ്യാസൻ വേദങ്ങൾ സമാഹരിച്ചു, ഉപനിഷത്തുകൾ നൽകി, വേദാന്ത സൂത്രം രചിച്ചു, പുരാണങ്ങളും മഹാഭാരതം എഴുതി. എന്നിട്ടും വേദവ്യാസന് സംതൃപ്തി ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള നാരദമുനി പറഞ്ഞു, കൃഷ്ണന്റെ മഹിമ വ്യക്തമായി വിവരിക്കൂ. അങ്ങനെയാണ് വേദവ്യാസൻ ശ്രീമദ് ഭാഗവതം രചിച്ചത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത, ഭാഗവതം എല്ലാം തന്നെ വേദങ്ങളുടെ സാരമായിട്ട് കണക്കാക്കപ്പെട്ടത്. ഭഗവത്ഗീത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, ഭഗവത്ഗീതയുടെ മാഹാത്മ്യം നമ്മൾ പലതവണ കേട്ടു കഴിഞ്ഞു. എല്ലാ ഉപനിഷത്തുകളുടെയും സംഗ്രഹമാകുന്നു ഭഗവത്ഗീത. അതേപോലെ ശ്രീമദ് ഭാഗവതം എന്നാൽ വേദാന്ത സൂത്രം ആരാണ് എഴുതിയത്? വേദവ്യാസൻ. വേദവ്യാസൻ എഴുതിയ വേദാന്ത സൂത്രത്തിന്റെ, വ്യാസൻ തന്നെ എഴുതിയ സ്വാഭാവിക വ്യാഖ്യാനം ആണ് ശ്രീമദ് ഭാഗവതം. സാധാരണയായിട്ട് ഒരു ഓതറും അയാളുടെ സ്വന്തം കൃതിയുടെ വ്യാഖ്യാനം എഴുതാറില്ല, മറ്റൊരാൾ എഴുതിയ പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതാറുള്ളൂ. ഇത് വളരെ വളരെ അപൂർവമായിട്ടുള്ള അതിനൊരു എക്സെപ്ഷനാണ് ഇത്. എന്താ? ശ്രീമദ് ഭാഗവതത്തിന് വേദാന്ത സൂത്രത്തിന് എഴുതിയ ആളായ വ്യാസദേവൻ തന്നെ അതിന് വ്യാഖ്യാനം എഴുതി ശ്രീമദ് ഭാഗവതം. നാച്ചുറൽ കമന്ററി എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ മനസ്സിലായത് എന്തൊക്കെയാണ്? പരിപൂർണ ജ്ഞാനമുണ്ട്, അത് വേദങ്ങളിലൂടെ ലഭിക്കുന്നു, അതിന്റെ ലക്ഷ്യം കൃഷ്ണനാകുന്നു. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രധാന ചോദ്യം എന്താണ്? രണ്ടാമത്തെ പ്രധാന ചോദ്യം ഉണ്ടായിരുന്നത്, ആ കൃഷ്ണൻ ആരാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പരിപൂർണൻ എന്ന് വിളിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈശോപനിഷത്തിന്റെ ശാന്തി മന്ത്രം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശ്രീ പ്രഭാതന്റെ വിവർത്തനം: പരമദിവ്യോത്തമ പുരുഷൻ സത്യവും പൂർണ്ണവുമാകയാൽ അദ്ദേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ പ്രാതിഭാസിക പ്രപഞ്ചവും അതുപോലെ മറ്റുള്ളവയും പരിപൂർണമാണ്. പൂർണ്ണതയിൽ നിന്നും ഉണ്ടാകുന്ന എന്തും സ്വയം പൂർണ്ണങ്ങളാണ്. ഭഗവാൻ സമ്പൂർണനാകയാൽ അദ്ദേഹത്തിൽ നിന്നും അനേകം പൂർണ്ണങ്ങൾ ഉത്ഭവിച്ചാലും അവിടുന്ന് സമ്പൂർണനായി തന്നെ അവശേഷിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഈ മന്ത്രം വളരെ പരിചിതമാണ്, പക്ഷേ പലപ്പോഴും നമ്മൾ അതിന്റെ ആഴം ചിന്തിക്കാറില്ല. ഈ മന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്താണ്? പൂർണ്ണം. 4 തവണ ഈ മന്ത്രത്തില് അതേ വാക്ക് വരുന്നുണ്ട്. അതായത് ഈ മന്ത്രം നമ്മോട് പറയുന്നത് എന്താണ്? പരിപൂർണതയെക്കുറിച്ചാണ്. ആരാണ് ആ പൂർണ്ണമായിട്ടുള്ള ആള്? ശ്രീ പ്രഭാതിൽ പറയുന്നു, ആ പരിപൂർണൻ മറ്റാരുമല്ല, പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം ഒന്നിലും കുറവുള്ളവനല്ല, അദ്ദേഹത്തിന് ഒന്നും ചേർക്കേണ്ടതില്ല. അദ്ദേഹത്തിൽ നിന്നും എന്തെടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് കുറവൊന്നും സംഭവിക്കുകയുമില്ല. ഇതാണ് ഈ മന്ത്രത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള സംഗതി. അതായത് ശ്രീ പ്രഭാതിൽ ഒരു തവണ പറഞ്ഞു, എന്താണ് ഭഗവാന്റെ മാത്സ്? 1 + 1 = 1, 1 - 1 = 1. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടില്ലേ? ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അനന്തം. ഭഗവാനെ അനന്തൻ എന്ന് പറയാറില്ലേ? ഓക്കെ, അപ്പം അതാണ് സമ്പൂർണനായിട്ടുള്ള ഭഗവാൻ. അതിൽ നിന്നും എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പോലും അദ്ദേഹം ഭഗവാൻ പൂർണ്ണൻ തന്നെയായിട്ട് നിൽക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. എൻ്റെ കയ്യിൽ ഒരു വിളക്കുണ്ട്. ആ വിളക്കിൽ നിന്ന് വേറെ 100 വിളക്കുകൾ കത്തിച്ചു. ആദ്യത്തെ വിളക്കിന്റെ പ്രകാശം കുറയുമോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെ അല്ലെങ്കിലും അതിനേക്കാൾ അനന്തമായ രീതിയിൽ ഭഗവാനിൽ നിന്ന് അനന്തമായിട്ടുള്ള ശക്തികൾ വരുന്നു, അനന്തമായിട്ടുള്ള ജീവജാലങ്ങൾ വരുന്നു, അനന്തമായ ലോകങ്ങൾ പ്രകടമാകുന്നു. എന്നിട്ടും ഭഗവാൻ പൂർണ്ണനായി തന്നെ നിലകൊള്ളുന്നു. അപ്പം പൂർണ്ണം എന്നതിന്റെ അർത്ഥം എന്താണ്? ശ്രീ പ്രഭാതര് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നു. പരമസത്യത്തെ,
അഥവാ ആബ്സല്യൂട്ട് ട്രൂത്തിനെ ആളുകൾ പല രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ചിലര് ബ്രഹ്മജ്യോതിയെ തിരിച്ചറിയുന്നു, ചിലര് പരമാത്മാവിനെ തിരിച്ചറിയുന്നു. പക്ഷെ അതൊന്നും പൂർണ്ണമായി തിരിച്ചറിയല്ല. ഭാഗവതം വളരെ മനോഹരമായിട്ട് പറഞ്ഞു വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഓക്കെ, അപ്പം ഒരേ പരമസത്യമാണ്. 3 നിലകളിൽ നമ്മൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. എന്താണ് അത്? ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 3ഉം, അതായത് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ, ഇവ അഭിന്നമാണ്. യജ്ഞാനം അദ്വയം. ഈ അറിവ് എന്ന് പറയുന്നത് അദ്വയമായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ളതല്ല, ഒന്ന് തന്നെയാണ്. പക്ഷേ നാം അതിനെ മനസ്സിലാക്കുന്ന തലമാണ് വ്യത്യസ്തം. ചില പ്രഭാതിൽ പറയുന്നു, ബ്രഹ്മസാക്ഷാത്കാരം ഭാഗികമാണ്. പരമസത്യത്തിന്റെ ശാശ്വതമായിട്ടുള്ള ഭാവം അഥവാ ആസ്പെക്ട്, അതായത് സത്, എറ്റേണൽ ആസ്പെക്ട് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. പരമാത്മ സാക്ഷാത്കാരം അതിലും പൂർണ്ണമാണ്. പരമസത്യത്തിന്റെ ശാശ്വതവും ജ്ഞാനപൂർണവുമായിട്ടുള്ള ഭാഗങ്ങൾ അതിൽ മനസ്സിലാക്കുന്നു, അതായത് സത് ആൻഡ് ചിത്ത്. പക്ഷേ ഭഗവാനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ സാക്ഷാത്കാരം പരിപൂർണമാകുന്നത്. എന്തുകൊണ്ട്? കാരണം ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത് ചിത്ത് മാത്രമല്ല, സച്ചിദാനന്ദ വിഗ്രഹം. ബ്രഹ്മസംഹിതയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ആദ്യത്തെ ശ്ലോകം എന്താണ്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. ഓക്കെ, അവിടെ 3 വാക്കുകൾ. സത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യത, ചിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപൂർണ ജ്ഞാനം, ആനന്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരുകളില്ലാത്ത അൺലിമിറ്റഡ് ബ്ലിസ്. ഓക്കെ, ഇത് 3ഉം ചേർന്നതാണ് ഭഗവാന്റെ സ്വരൂപം. ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവർ പറയും പരമസത്യം രൂപമില്ലാത്തതാണ്. പക്ഷേ പ്രഭുപാദരൻ ഈ ആർഗ്യുമെന്റ് വളരെ ഈസി ആയിട്ട് ഖണ്ഡിക്കുന്നുണ്ട്. രൂപമുള്ള സൃഷ്ടി, നമുക്കെല്ലാം രൂപമുണ്ട് ഇല്ലേ? മനുഷ്യരായാലും മൃഗങ്ങളായാലും മരങ്ങളായാലും എല്ലാത്തിനും രൂപമുണ്ട്. അപ്പം രൂപമുള്ള സൃഷ്ടി രൂപമില്ലാത്ത ഒരു ഉറവിടത്തിൽ നിന്ന് എങ്ങനെ വരും? നമുക്ക് രൂപമുണ്ട്, പക്ഷെ നമ്മുടെ സൃഷ്ടാവിന് രൂപമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള, അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്നാണ് അർത്ഥം, അഥവാ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. സൃഷ്ടിയിൽ വ്യക്തിത്വമുണ്ട്, സ്നേഹമുണ്ട്, സൗന്ദര്യമുണ്ട്, ബന്ധമുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഉറവിടമായിട്ടുള്ള ഭഗവാനിലും ഇതെല്ലാം തന്നെ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ പൂർണ്ണനെന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ബ്രഹ്മസംഹിത പറയുന്നത് സച്ചിദാനന്ദ വിഗ്രഹ. വിഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആത്മീയ രൂപം എന്നാണ് അർത്ഥം, ഭൗതിക ശരീരം എന്നല്ല. അപ്പം ഭഗവാന് ഭൗതികമായിട്ടുള്ള ശരീരമില്ല എന്നത് പൂർണ്ണ സത്യമാണ്. പക്ഷേ ഭഗവാന് ഒരു ആത്മീയ രൂപമുണ്ട്, അത് സച്ചിദാനന്ദ വിഗ്രഹ രൂപമാകുന്നു. അപ്പം ഇന്നത്തെ ഏറ്റവും വലിയ കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാന്തി മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാൻ പൂർണ്ണനാണ്, അദ്ദേഹത്തിന്റെ ശക്തികൾ പൂർണ്ണമാണ്, അദ്ദേഹത്തിന്റെ സൃഷ്ടി വളരെ പൂർണ്ണമായ ക്രമത്തിലാണുള്ളത്, പെർഫെക്റ്റ് ഓർഡർ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം എന്താണ്? ഇതെല്ലാം പൂർണ്ണമാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അപൂർണരായിരിക്കുന്നത്? നമുക്ക് ദുഃഖമുണ്ടാകുന്നു, അതായത് സന്തോഷമില്ല. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ദുഃഖം അനുഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ആളുകൾ സന്തോഷം തേടി ഓടി നടക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് എത്ര ലഭിച്ചാലും തൃപ്തിയില്ലാത്തത്? ശ്രീല പ്രഭുപാദരെ വളരെ നല്ലൊരു ഉദാഹരണത്തിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഓക്കെ, അതായത് നമ്മുടെ കൈയെ കുറിച്ച് ഒന്ന് ആലോചിക്കാം. കൈ പൂർണ്ണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അതിന് വിരലുകളുണ്ട്, ശക്തിയുണ്ട്, പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ഒരൊറ്റ കണ്ടീഷനുണ്ട്. എന്താണ്? ആ കൈ എന്ന് പറയുന്നത് ശരീരത്തോട് ചേർന്നിരിക്കണം. ഒരു നിമിഷം ശരീരത്തിൽ നിന്ന് വേർവിട്ട കൈയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. കൈ നമ്മുടെ ശരീരത്തിൽ നിന്ന് പറഞ്ഞ് മാറ്റി. അപ്പം കൈയുടെ രൂപം അതേപോലെയുണ്ട്, വിരലുകളുണ്ട്, നഖങ്ങളുണ്ട്. പക്ഷേ അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ആ കൈക്ക് കഴിയില്ല. എന്തുകൊണ്ട്? കാരണം അത് അതിന്റെ ഉറവിടത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. അപ്പൊ അതേപോലെ ആണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, 15-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തില്, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഈ ജീവികള് എന്റെ ശാശ്വതമായിട്ടുള്ള അംശങ്ങളാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ ഈ അംശം പൂർണ്ണത അനുഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണനായ ഭഗവാനുമായി ബന്ധത്തിലായിരിക്കുമ്പോൾ. അല്ലേ? കൈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ അതിന് ഒന്നും തന്നെ കഴിവില്ല, പൂർണ്ണതയില്ല. പക്ഷേ
അത് ശരീരത്തോട് ബന്ധിച്ചിരിക്കുന്ന സമയത്ത് അത് എല്ലാവിധത്തിലുള്ള കഴിവുകളും അതിന് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മളും ഭഗവാനായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണത ലഭിക്കുന്നത്. ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൂർണ്ണത അന്വേഷിച്ചിരിക്കുകയാണ്. ഒരാൾ വിചാരിക്കുന്നു എനിക്ക് കൂടുതൽ പണം കിട്ടിയാൽ ഞാൻ സന്തോഷവാനാകും. മറ്റൊരാൾ വിചാരിക്കുന്നു എനിക്ക് നല്ല ജോലി കിട്ടിയാൽ മതി, എനിക്കൊരു വലിയ വീട്, പ്രശസ്തി, അധികാരം അല്ലെങ്കിൽ ടെക്നോളജി. ഇതൊന്നും തെറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും തന്നെ പൂർണ്ണതയുടെ ഉറവിടമല്ല. കാരണം ഒരു കൈക്ക് എത്ര മനോഹരമായിട്ടുള്ള ഒരു മോതിരം, ഒരു വജ്ര മോതിരം തന്നെ ഞാൻ കയ്യിലിട്ടു, വിരലിലിട്ടു. പക്ഷെ കൈ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ ആ മോതിരത്തിന് എൻ്റെ കൈയെ ജീവനുള്ളതാക്കാനാവില്ല. ശരിയല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഭഗവാനുമായി ബന്ധമില്ലാത്ത ജീവിതത്തിൽ പുറമെ എത്ര തന്നെ വിജയങ്ങൾ നമുക്ക് കിട്ടിയാലും ഹൃദയത്തിലെ ശൂന്യത മാറുകയില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തില് മാത്രമല്ല ലോകത്തെമ്പാടും തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു അസംതൃപ്തി, എന്തോ ഒരു കുറവ്, എന്തോ ഒരു ലക്ഷ്യത്തിന്റെ അഭാവം തോന്നുന്നു എങ്കിൽ അത് ഭഗവാനുമായി നമുക്കുള്ള ബന്ധം മറന്നത് നിമിത്തമാണ്. അതാണ് എല്ലാ പ്രോബ്ലങ്ങൾക്കും കാരണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യ ജന്മത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രഭുപാദർ നമ്മളെ ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഈ മനുഷ്യ ശരീരം വെറുതെയല്ല ലഭിച്ചത്. 84 ലക്ഷം യോനികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമുക്ക് ഈ മനുഷ്യ ജന്മം ലഭിച്ചത്. അത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഈ മനുഷ്യ ശരീരം എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കണം. ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അത് ചിന്തിക്കണം, ഈ മനുഷ്യ ശരീരം എന്തിനു വേണ്ടിയാണ്? കൂടുതൽ ഇന്ദ്രിയ സുഖം അനുഭവിക്കാനാണോ? അതോ ഭോഗിക്കാനാണോ? അല്ല. പൂർണ്ണനായ ഭഗവാനുമായുള്ള നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട്, വീണ്ടും തിരിച്ചറിയാനായിട്ട്, നമ്മൾ മറന്നുപോയ കാര്യം ഓർത്തെടുക്കാനായിട്ട് ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ ഭഗവാനുമായുള്ള ആ ബന്ധം എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭുപാദരിന് വളരെ വ്യക്തമായിട്ട് പറയുന്നു, സേവയിലൂടെ. സേവയാണ് നമുക്ക് പൂർണ്ണത നൽകുന്നത്. സേവ എന്ന് വാക്ക് കേൾക്കുമ്പോൾ പലരും കരുതും അമ്പലത്തിൽ എന്തെങ്കിലും ചെയ്താൽ പോരെ, പുഷ്പാഞ്ജലി, ചുറ്റുവിളക്ക്, പാൽപായസം, മല ചവിട്ടുക, അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാൻ ഒരു കല്യാണോത്സവം, ബ്രഹ്മോത്സവം, ഇതൊക്കെ സേവ തന്നെയാണ്. പക്ഷേ യഥാർത്ഥ സേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വളരെ വളരെ വിശാലമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ തൊഴില്, നമ്മുടെ കുടുംബജീവിതം, ഇതെല്ലാം തന്നെ ഭഗവാനുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ അത് ഭക്തിയാകുന്നു. അപ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും യത്കരോഷി യതസ്നാസി യജ്ഹോഷി തദാസ്യത, അല്ലേ? അപ്പം പ്രഭാതിൽ പറയുന്നു, സാമൂഹിക സേവനമാകട്ടെ, രാഷ്ട്രീയ പ്രവർത്തനമാകട്ടെ, രാജ്യസ്നേഹമാകട്ടെ, മനുഷ്യ സ്നേഹമാകട്ടെ, ഇവയെല്ലാം തന്നെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളാണ്. പക്ഷേ അവ ഭഗവാനുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് അവയ്ക്ക് പൂർണ്ണത ലഭിക്കുന്നത്. ഇതാണ് ഈശോപനിഷത്തിന്റെ സന്ദേശം. പൂർണ്ണനായ ഭഗവാനുമായി ബന്ധിപ്പിക്കുക, ഗെറ്റ് കണക്റ്റഡ്. അപ്പം അതാണ് നമ്മുടെ രണ്ടാമത്തെ നിഗമനം. ഈ ശാന്തി മന്ത്രം പൂർണ്ണമതം എന്ന ആ പ്രാർത്ഥന മാത്രമല്ല, അതൊരു ജീവിത ദർശനമാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നു ഭഗവാൻ പൂർണ്ണനാണ്, ഞാൻ ഭഗവാന്റെ അംശമാണ്, ഭഗവാനുമായി ബന്ധപ്പെടുമ്പോഴാണ് ഞാൻ പൂർണ്ണനാകുന്നത്. ആ ബന്ധത്തിന്റെ പേരാണ് ഭക്തി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു നിമിഷം ചിന്തിക്കാൻ സമയമായി. ഞാൻ അല്പം കൂടി ഒരു 5 മിനിറ്റ് കൂടി എടുത്തേക്കാം. നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്? ഈശോപനിഷത്തിന്റെ ആദ്യ മന്ത്രം പോലും നമ്മൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ചിന്താഗതി പ്രഭുപാദർ ആദ്യം തന്നെ മാറ്റുകയാണ്. ആ മാറ്റമാണ് ഇന്നത്തെ ക്ലാസിന്റെ ലക്ഷ്യം. നമ്മൾ ഇന്ന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി. അതൊന്ന് ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്യാം. ആദ്യത്തേത്, വേദം എന്നാൽ ജ്ഞാനമാണ്. അതൊരു മതത്തിന്റെ സ്വത്തല്ല, അത് പരിപൂർണ ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. രണ്ടാമത്തേത്, നമ്മുടെ അറിവെന്ന് പറയുന്നത് 4 വൈകല്യങ്ങൾക്ക് വിധേയമാണ്. 4 ഡിഫക്ട്സ്. നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നു, നാം മായയിൽ അകപ്പെടുന്നു, അറിയാത്ത കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നു, അഥവാ ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ബുദ്ധി മാത്രം ആശ്രയിച്ചാൽ പരിപൂർണ സത്യം അറിയാൻ കഴിയില്ല.
മൂന്നാമത്തേത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരിപൂർണ്ണ ജ്ഞാനം എവിടെ നിന്ന് കിട്ടുന്നു? അത് ശ്രുതിയിലൂടെയാണ് കിട്ടുന്നത്, അഥവാ വേദങ്ങൾ. കാര്യം ശ്രുതി എന്ന് പറയുന്നത് അപൗരുഷേയം, അത് മനുഷ്യനിർമ്മിതമല്ല, അത് ഭഗവാനിൽ നിന്ന് നേരിട്ട് വന്നിരിക്കുന്നതാണ്. അത് വിശ്വസ്തമായ ഒരു ഗുരുപരമ്പരയിലൂടെ കലർപ്പൊന്നും തന്നെ കൂടാതെ നമ്മളിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ശബ്ദപ്രമാണം എന്ന് പറയുന്ന വേദങ്ങൾ നമുക്ക് ആ പരിപൂർണമായ ജ്ഞാനം നമുക്ക് നൽകുന്നു. നാലാമത്തേത്, ഈശോപനിഷത്തിലെ ആദ്യ സന്ദേശം എന്ന് പറയുന്നത് ഭഗവാൻ പൂർണ്ണനാണ്, ഭഗവാന് ഒന്നും കുറവില്ല, ഭഗവാനിൽ നിന്ന് എന്തെല്ലാം ഉത്ഭവിച്ചാലും ഭഗവാൻ പൂർണ്ണനായി തന്നെ നിലകൊള്ളുന്നു. ഇതാണ് ഓം പൂർണ്ണമദ പൂർണ്ണമിതം എന്ന മന്ത്രത്തിന്റെ മഹത്തായ സന്ദേശം. അഞ്ചാമത്തെ പോയിന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും ആ പൂർണ്ണ ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണത കൂടുതൽ ഭോഗത്തിലല്ല, കൂടുതൽ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലാണ്. ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരാണ് ഭക്തി. നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക, സ്വയം ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളിൽ എത്ര എണ്ണം കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരുന്നു? ഞാൻ കഴിച്ച ആഹാരം, ഞാൻ ചെയ്ത ജോലി, ഞാൻ പറഞ്ഞ വാക്കുകള്, ഞാൻ സമ്പാദിച്ച ധനം, എൻ്റെ കുടുംബജീവിതം, ഇങ്ങനെ ഓരോന്നും ഇതിനെല്ലാം തന്നെ ഭഗവാൻ, നമ്മൾ നിത്യം ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും ഭഗവാനുമായി ബന്ധിപ്പിക്കുവാൻ കഴിയുമോ? ഈ ചോദ്യം നമ്മൾ ദിവസവും ചോദിച്ചാൽ, അതിന് ഉത്തരം സിൻസിയറായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിച്ചാൽ ഈശോപനിഷത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കിയത് ഭഗവാൻ പൂർണ്ണനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നത്, ആ പൂർണ്ണനായ ഭഗവാനുമായി ഈ ലോകത്തിൽ എന്താണ് ബന്ധം? ഈ ലോകം ആരുടേതാണ്? ഈ ശരീരം ആരുടേതാണ്? ഈ വീട്, ധനം, ഈ കുടുംബം, എന്റേത് എന്ന് ഞാൻ പറയുന്ന ഈ വസ്തുക്കൾ യഥാർത്ഥത്തിൽ ആരുടേതാണ്? ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈശോപനിഷത്തിന്റെ ആദ്യത്തെ മന്ത്രം. അത് ആ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിന്റെ ഉത്തരം നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ജീവിതത്തെ കാണുന്ന നമ്മുടെ ഈ ദൃഷ്ടികോണം മുഴുവനും മാറിപ്പോകും. വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മുടെ ജീവിതം, നമ്മുടെ കാഴ്ചപ്പാട്. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്ത ക്ലാസ്സിന്റെ വിഷയം. അടുത്ത തിങ്കളാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് ഒരു കാര്യം, ശ്രീല പ്രഭുപാദര് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ഒറ്റ വാക്യത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. പരിപൂർണനായ ഭഗവാനെ മനസ്സിലാക്കാൻ, പരിപൂർണനായ ഭഗവാൻ നൽകിയ ജ്ഞാനത്തെ വിനയത്തോടെ നമ്മൾ സ്വീകരിക്കണം. ഇതാണ് വേദങ്ങളുടെ മാർഗം, ഇതാണ് ഗുരുപരമ്പരയുടെ മാർഗം, ഇതാണ് കൃഷ്ണ കോൺഷ്യസ്നെസ്സിന്റെ മാർഗം. ഓക്കെ, എല്ലാവർക്കും വളരെ നന്ദി. ശ്രീ പ്രഭാത് കി ജയ്, ശ്രീ ഉപനിഷത്ത് കി, ഈശോപനിഷത്ത് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സംശയമുണ്ടോ ഇന്നത്തെ ക്ലാസ്സില്? സംശയം ഉണ്ടെങ്കിൽ ആ വേദത്തിന് 4 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെയാണെന്ന് ഒന്നറിയണമായിരുന്നു. ആദ്യത്തേത് സംഹിത, വേദമന്ത്രങ്ങൾ. ഓക്കെ. രണ്ടാമത്തത് ബ്രാഹ്മണം. ബ്രാഹ്മണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് സംഹിത വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലി പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ലേ, അതിനെപ്പറ്റി വിശദീകരിക്കുന്നത്, പ്രാക്ടിക്കലായിട്ട് എങ്ങനെ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എന്നുള്ളത്, എൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ബ്രാഹ്മണം. മൂന്നാമത്തത് ആരണ്യകം എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാര് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ചിട്ട് വനങ്ങളിൽ പോയിട്ട് വാനപ്രസ്ഥത്തിനായിട്ട് പോകുമ്പോഴത്തേക്കും അവര് ആണ്, ആ സമയത്താണ് അവർ കൂടുതലായിട്ട് ആത്മീയ ചിന്തകൾ അവർക്ക് വരുന്നത്. അവരുടെ ലെവലിലുള്ള കാര്യങ്ങളാണ് ആരണ്യകത്തില് വിവരിക്കുന്നത്. ഉപനിഷത്തുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനം, ഗുരുവിന്റെ അടുത്തിരുന്നു കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അറിവ്.
ഇതാണ് 4 എല്ലാ വേദങ്ങൾക്കും ഈ 4 പോർഷൻസ് ഉണ്ട്. പല ഓരോ വേദങ്ങളിലും പല പല ഉപനിഷത്തുകളുണ്ട്. ഇത് യജുർവേദത്തിലുള്ള ശുക്ല യജുർവേദത്തിലുള്ള സംഹിതയുടെ അവസാനത്തെ അധ്യായമാണ് ഈശോപനിഷത്ത് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലൊന്നും കരുത് എനിക്കറിയില്ല. വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചും അറിയില്ല. ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് പ്രഭുപാദർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇത്രയും ഉപനിഷത്തുകളിലെ കഠോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, മാണ്ഡൂക്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. പക്ഷെ നമ്മൾ അതല്ല ചെയ്യുന്നത്. ശ്രീല പ്രഭുപാദര് നമുക്ക് ഈശോപനിഷത്തിനെ പറ്റി പറഞ്ഞു തന്നിരിക്കുന്നു. അത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. വേറെ എന്തെങ്കിലും ചോദ്യം? ഹരേ കൃഷ്ണ. ചോദിച്ചോളൂ മാതാജി. ആരോഹണം അവരോഹണം എന്ന് പറഞ്ഞിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതെ, അതിനെ കുറിച്ച് അതായത് ജ്ഞാനം എങ്ങനെ നേടാം എന്നുള്ളതിന് 2 മാർഗങ്ങളാണത്. ആരോഹണ മാർഗത്തിൽ നമ്മള് പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്ന് കൺക്ലൂഷൻസ് ഉണ്ടാക്കി നമ്മള് ഇപ്പൊ സയൻസ് എന്ന് പറയുന്നത് ആ രീതിയിലാണ്. ഓക്കെ, ഇപ്പൊ പലതിനെ കുറിച്ചും അവര് എക്സ്പെരിമെന്റ് നടത്തി അതിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു കൺക്ലൂഷൻ എടുത്തിട്ട് ഇതാണ് എന്ന് പറയുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, അതുകൊണ്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവരോഹണ മാർഗം അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ട്, കണ്ടുപിടിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അവിടെയാണ് അവരോഹണം പഥം എന്ന് പറയുന്നത്. അതായത് മുകളിൽ നിന്നും ഒരു അധികാരിയായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, ഉദാഹരണം ടോക്കിയോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ ടോക്കിയോ അല്ല ലണ്ടൻ. ഓക്കെ, ഞാൻ പോയിട്ടില്ല, ലണ്ടനിൽ ഞാൻ പോയിട്ടില്ല. പക്ഷേ എൻ്റെ സഹോദരി അവിടെയുണ്ട്. സഹോദരി ലണ്ടനെ കുറിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവർക്ക് അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു. ശരിയല്ലേ? അവർക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അതിനെക്കുറിച്ച് അറിവുള്ള ആളാണ്, ലണ്ടനെ കുറിച്ച് അറിയാം, അത് അവർ എനിക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഞാൻ അത് ആധികാരികമായിട്ട് ഉള്ള അറിവാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. പോയില്ലയോ? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ഒരാൾ പറയുന്നു, ഞാനാണ് ഈ അറിവ് മുഴുവൻ സൃഷ്ടിച്ചത്. വേദാന്തകൃത്. മാത്രമല്ല വേദവിദേവ ചാഹം, ഈ ജ്ഞാനം മുഴുവനും അറിയുന്നത് ഞാൻ തന്നെ. അങ്ങനെ പറയുന്ന ഒരാള് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഒരു അറിവ് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കോ ഇല്ലയോ? ഇല്ലേ? അപ്പം ആ ഭഗവാൻ നമുക്ക്, ഭഗവാൻ അറിയാം നമ്മുടെ ഭഗവാന്റെ സൃഷ്ടി അത് ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നതുകൊണ്ട് നമ്മൾ അപൂർണമായിരിക്കുകയാണ്. ആ അപൂർണമായിരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഭഗവാൻ തന്നെ വേണം. ഭഗവാൻ ആ അറിവ് വേദങ്ങളിലൂടെ തന്നു. ആ അറിവ് ഭഗവാൻ ശിഷ്യന്മാർക്ക് നൽകി. ഭഗവാന്റെ ആ ശിഷ്യന്മാരിൽ നിന്ന് തുടങ്ങിയ പരമ്പരയിൽ കൂടി വരുന്ന ശിഷ്യന്മാര് നമുക്ക് ആ അറിവ് പകർന്നു തരുമ്പോഴത്തേക്കും അവര് പറഞ്ഞു തരുന്ന അറിവ് എന്ന് പറയുന്നത് ഒറിജിനലി ഭഗവാൻ പറഞ്ഞ ഇത് തന്നെയാണ്. ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്. എന്താണത്? ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം. ഇല്ലേ? അപ്പം ആ അറിവെന്ന് പറയുന്ന ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ പറയുന്ന ആള് അപ്പം ബ്രഹ്മാവിനായിരിക്കും. ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തു, നാരദൻ വ്യാസന് പറഞ്ഞു കൊടുത്തു, ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തു, നാരദൻ വ്യാസന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വരുന്ന പരമ്പരയിൽ കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് ഭഗവാൻ ഒറിജിനലി ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്ത അറിവ് തന്നെയാണ്. ഇതാണ് ജ്ഞാനം നേടാനുള്ള 2-ാമത്തെ മാർഗം. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ആധികാരികമായിട്ടുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് നേടാനായിട്ട് സാധിക്കണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് എത്ര പേർക്ക് ഇന്ത്യൻ ലോയെ കുറിച്ച് അറിയാം? നമുക്ക് ഏറെക്കുറെ ആൾക്കാർക്കും അറിയില്ല.
അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ലോ ഇത് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓടിപ്പോയി ഒരു വക്കീലിനെ കാണും. എന്തുകൊണ്ടാണ്? വക്കീൽ എന്ന് പറയുന്നത് ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്, അതിനെക്കുറിച്ച് അറിവുള്ള ആളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതേപോലെ വിശ്വസിക്കും. അല്ലെങ്കിൽ എനിക്കൊരു അസുഖം വന്നു, ഞാൻ നേരെ പോയി ഒരു ഡോക്ടറെ കാണും. എന്തുകൊണ്ടാണ് ഒരു ലോയറെ പോയി കാണാത്തത്? ലോയർ ആരോഗ്യത്തെക്കുറിച്ചല്ല പഠിച്ചിരിക്കുന്നത്, ലോയെ കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. ആരോഗ്യത്തെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത് ഡോക്ടറാണ്. ഡോക്ടർ അതിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവുള്ള ആളാണ്. അപ്പം അവിടെ ചെന്ന് ഡോക്ടറെ ചെന്ന് കാണുമ്പോഴത്തേക്കും ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതേപോലെ സ്വീകരിക്കുന്നില്ലേ? ഡോക്ടർ പറയുന്നു, ഇവിടെ നീര് വന്നിരിക്കുന്നത്, അവിടെ എന്തെങ്കിലും ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്, അകത്ത് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, നിങ്ങൾ പോയി എക്സ്റേ എടുക്കൂ. ഇല്ല ഡോക്ടറെ, ഞാൻ എടുക്കില്ല. ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പരീക്ഷണങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ച് ഞാൻ സ്വയം ചികിത്സിക്കുമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ഡോക്ടർ പറയുന്നത് നമ്മൾ അതേപോലെ സ്വീകരിച്ചിട്ട് അത് ഫോളോ ചെയ്യുന്നു, നമ്മുടെ അസുഖം ഭേദമാകുന്നു. അതേപോലെ ഈ ആത്മീയ ജ്ഞാനവും നമുക്ക് നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ഭൗതിക ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ ഈ അവരോഹണ പഥത്തിൽ വരുന്ന പഥത്തിൽ കൂടി തന്നെ സ്വീകരിക്കണം, എന്നാലേ അത് നമുക്ക് കിട്ടുകയുള്ളൂ. അത് ചോദ്യമല്ല. വേറെ എന്തെങ്കിലും? 9:30 ആവുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേട്ടിട്ട് മതിയാവുന്നില്ല ഇത് ക്ലാസ് കേട്ടിട്ട്. ഹരേ കൃഷ്ണ. അതുകൊണ്ടാണ് അടുത്ത 18 ക്ലാസ്സുകളിലൂടെ കേൾക്കേണ്ടത്. ഇത് നമ്മളൊന്നും കണ്ടിട്ടില്ല, ഈശ്വരനെ പറ്റി ഒന്നും കേട്ടിട്ടില്ല, ഈശാവാസ്യത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മൾ അതിന്റെ ഉമ്മറപ്പടിയിൽ ചെന്ന് നിൽക്കുകയാണ്. ഇനിയാണ് 18 ശ്ലോകങ്ങളില് നമ്മുടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്ന അറിവ്, നമ്മുടെ ഋഷിമാര് അതിനെ എഴുതി വെച്ചിരിക്കുന്നു. അത് അതും പ്രഭുപാദരുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത 9 ആഴ്ച എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുക. വേറെ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. ഗീത ക്ലാസ് 2 സെഷൻസ് കഴിഞ്ഞു. നിങ്ങൾ പലരും അത് അറ്റൻഡ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് നാളെ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ സെന്ററിൽ നടക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഹിസ് ഹോൾനെസ് ഭക്തി വിജ്ഞാന ഗോസ്വാമി മഹാരാജിൽ നിന്ന്, ശ്രീ പ്രഭുപാദന്റെ ഒരു ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നാളെയല്ല, ഐ ആം ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. ഓക്കെ, ഞായറാഴ്ച 26-ാം തീയതി ഞങ്ങളുടെ സെന്ററിൽ വന്നിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. മെസ്സേജസ് എല്ലാം തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് ലൊക്കേഷനും അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. വരിക, ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അന്നൊരു പ്രത്യേക കുട്ടികളുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കൂടിയുണ്ട്. ഒരു രഥയാത്ര, ഒരു മിനി രഥയാത്ര കുട്ടികൾ നടത്തുന്നുണ്ട്. അതും നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിനുശേഷം നിങ്ങളുടെ മഹാരാജ് അതിനെക്കുറിച്ച് എൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരെയും അന്ന് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ താങ്ക് യു പ്രഭുജി. ഇത്രയും നല്ലൊരു ക്ലാസ്. ആൾക്കാർ പറയുന്ന പോലെ തികയുന്നില്ല, അല്ലെങ്കിൽ അത് കേട്ട് മതിയാവുന്നില്ല എന്നൊരു ഫീലിംഗ് ആണ് എല്ലാവർക്കും. ശരിക്കും നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു ഇന്നത്തെ. ക്ഷമിക്കണം, ഇത് ജസ്റ്റ് പ്രഭാതന്റെ 2 ഇതാണ്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ലണ്ടനിലുള്ള പ്രഭാതന്റെ ലെക്ചർ. ഓക്കെ, അതും ഓം പൂർണ്ണമത പർപ്പോർട്ടുമാണ്. ഓക്കെ, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ വായിക്കുക. അതിനുശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും.
പിന്നെ ഒരു തവണ കൂടി വായിക്കുക. 3 തവണ വായിച്ചു കഴിയുമ്പോഴത്തേക്കും, അതായത് പുസ്തകം ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുസ്തകം വാങ്ങിക്കുക. കാര്യം നമ്മൾ കേൾക്കുന്ന, ഞാൻ പറഞ്ഞ് കേൾക്കുന്നതും പ്രഭാകരത്തെ നിങ്ങൾ വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ്? എനിക്ക് 4 വൈകല്യങ്ങളുള്ളതുകൊണ്ടാണ്. നിങ്ങൾ പഠിച്ചില്ലേ? എനിക്ക് ആ പ്രഭാകരന്റെ പെർഫെക്ഷൻ എനിക്കില്ല. പ്രഭാകർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഭഗവാന്റെ കാരുണ്യം അത്രമാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കും. ആദ്യം പ്രഭാകരത്തെ അത് വായിച്ചു വരിക. എല്ലാ ഓരോ ക്ലാസ്സിലും ഓരോ ശ്ലോകങ്ങളാണ്. അപ്പൊ ആ ശ്ലോകം 5-8 പേജേ ഉള്ളൂ. അത് വായിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് ആ ശ്ലോകത്തിന്റെ വായിക്കുക, അടുത്ത ശ്ലോകത്തിന്റെ കൂടി വായിക്കുക. അപ്പൊ ഒരാഴ്ച 2 ശ്ലോകങ്ങൾ വായിക്കുക. എടുത്ത ശ്ലോകവും എടുക്കാനുള്ള ശ്ലോകവും വായിക്കുക. അത്രേ നിങ്ങൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ക്വിസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ വായിച്ചോ എന്നുള്ളതിന്റെ ഒരു എന്താണ് ഒരു ടെസ്റ്റ് കൂടിയാവും. ശ്രമിക്കാം. ഹരേഷ പ്രഭു, ഇതിനകത്ത് ഈശോപനിഷത്ത് ബുക്ക് ഇല്ലാത്തവര് ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കൂ. അവർക്ക് ഇല്ലെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാന്ന് പറയൂ. അത് ആൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും വാങ്ങിച്ചിട്ടില്ല, അവർക്ക് വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യൂ. ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മള് നിങ്ങൾക്ക് ഒന്നുകിൽ സെന്ററിൽ വരുമ്പോഴത്തേക്കും, ഞായറാഴ്ച വരുമ്പോഴത്തേക്കും സെന്ററിൽ നിന്ന് കളക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റലായിട്ട് അയച്ചു തരാം. പ്രഭുവിന്റെ നമ്പർ ഒന്ന് ഇതില് പറയൂ, അനൗൺസ് ചെയ്യൂ. അപ്പൊ അവര് എഴുതിയെടുക്കട്ടെ. ഇല്ലാത്ത ആൾക്കാര് നമ്മളെ കോണ്ടാക്ട് ചെയ്താല് പുസ്തകം കിട്ടും. ഒന്നെങ്കിൽ സെന്ററിൽ വന്നാൽ പുസ്തകം കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റൽ വഴി നമ്മൾ അയച്ചു കൊടുക്കാവുന്നതാണ്. ദീനനാഥ് പ്രഭുവിന്റെ നമ്പർ ഒന്ന് ഇതിലിടൂ. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. 807-819-2175. എല്ലാവരും ഒന്ന് എഴുതി എടുക്കുക. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. 807-819-2175. പുസ്തകം മെസ്സേജ് ചെയ്യണം. ഓക്കെ, കേരളത്തില് എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു 130 രൂപ വരും. പോസ്റ്റൽ ചാർജ് അടക്കം 130 രൂപ വരും. നമ്മൾ അയച്ചു തരുന്നതാണ്. ഇതില് അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഈ അക്കൗണ്ടിൽ തന്നെ ജിപേ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ്, ഫുൾ അഡ്രസ്സ്, പിൻകോഡ് സഹിതം, നിങ്ങളുടെ മൊബൈൽ കോണ്ടാക്ട് സഹിതം ഈ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ എത്രയും വേഗം എത്തിച്ചേരുന്നതാണ്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ് 3 ഭാഷയിലുണ്ട് ബുക്ക്. അതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്. ഹരേ കൃഷ്ണ. നമുക്ക് വേറെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിർത്താം. വേറെ കഴിഞ്ഞു. ഹരേ കൃഷ്ണ. അപ്പോ വൺസ് അഗൈൻ ഐ താങ്ക് യു ദീനനാഥ് വിട്ടൽ ദാസ് പ്രഭുജി. ഇത്രയും നല്ലൊരു ക്ലാസ് ഇസ്കോന്റെ വക നമുക്ക് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്നതിന് നമ്മൾ നന്ദി പറയുകയാണ്. ഞാൻ മറ്റുള്ളവരോടും കൂടെ പറയാണ്, നിങ്ങൾ കേട്ടതും നിങ്ങൾ മറ്റുള്ളവരോട് പകർത്തി കൊടുക്കുന്നതും, അതുപോലെ സത്യമായിട്ടുള്ള ഇപ്പോ പരമ്പരയിലൂടെയാണ് ഈ അറിവ് കിട്ടുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കി. മറ്റേത് ഊഹാപോഹങ്ങൾ വെച്ചിട്ട് പഠിക്കുന്നതും വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ പരമ്പരയിലൂടെ കിട്ടുന്ന ഈ അറിവ് നമുക്ക് വളരെ പ്രയോജനപ്പെടുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. എനിവേ, നമ്മൾ 4 ഡിഫക്ട്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മുടെ അറിവ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അറിയാം എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അപൂർണതയിലാണ്. ആ അപൂർണത വെച്ചിട്ടാണ് നമ്മൾ എല്ലാ അഭിപ്രായങ്ങളും പറയുന്നതും, അല്ലെങ്കിൽ ആ ഒരു തെറ്റായ ചിന്തയിലും നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നതും. അപ്പോ എന്നിരുന്നാൽ പോലും നമ്മൾ എവിടെയെങ്കിലും ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നതും ആലോചിക്കുന്നതും അല്ലെങ്കിൽ സ്മരിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ ജീവിതത്തിൽ ഉപകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. 18 ശ്ലോകങ്ങളും അറ്റൻഡ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം. ഇനി അടുത്ത ക്ലോസിംഗ് പ്രേയറിലേക്ക് പോവാം.
നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകശിപുർവൃക്ഷഃ ശിലതങ്കാനകാലയേ ഇതോ നൃസിംഹോ പരതോ നൃസിംഹോ യതോ യതോ യം തതോ നൃസിംഹോ ബഹിർനൃസിംഹോ ഹൃദയേ നൃസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലഹരേ ദലിത ഹിരണ്യകശിപോ കേശവധൃത നരഹരിരൂപ ജഗദീശ जय जगदीश हरे जय जगदीश हरे जय नृसिंहदेव जय नृसिंहदेव नरसिंहदेव जय नृसिंहदेव जय नरहरि जय नरहरि नरहरि जय नरहरि जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद भक्ति विघ्न विनाश नरसिंह भगवान की जय प्रहलाद महाराज की जय गौर प्रमानंदे हरि बोल. സോ ഇനി അടുത്ത തിങ്കളാഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. ഗുഡ് നൈറ്റ്. ഹരേ കൃഷ്ണ.